ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഫാമിലി എല്ലാവരും പാടിയിട്ടൊരു നോമ്പ് തുറ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ മുടിയാണെങ്കിൽ നേരെ നിൽക്കണമില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഫാമിലി ആയിട്ടൊരു നോമ്പ് തുറയാണ്. അങ്ങനെ എന്താ പരിപാടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയ്ക്ക് പോയപ്പോൾ എൻ്റെ അവിടെ പെരും പരിപാടി നടക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഇമ്മാനോട് എന്താ സ്പെഷ്യൽ വെച്ചപ്പോൾ ഇമ്മ പറഞ്ഞു ചിക്കൻ മഗ്ലോബി ഉണ്ട്. അങ്ങനെ ചിക്കൻ മഗ്ലോബി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും. നോക്കിയൊക്കെ കണ്ടോ, എല്ലാവരും ഓരോരോ പണിയിലാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് വെജിറ്റബിൾസ് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഈ ഫുഡിൻ്റെ മെയിൻ ഉസ്താദായിട്ട് മമ്മൂട്ടിയൊക്കെ, കാരണം മമ്മൂട്ടിയൊക്കെയാണ് ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ സാധനം റെഡി ഉണ്ട്. ഇങ്ങനെ സാധനം റെഡി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പാർക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സാഫി പാർക്കിലാണ് കേട്ടോ. പിന്നെ വണ്ടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇറക്കാണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഉസിലിന്റെ ചെറിയ കുഞ്ഞനി. പിന്നെ ആളിനെ പോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ കാഴ്ചകൾ പാവരിച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ ഇരുന്നു. ഉസിലിന്റെ കുഞ്ഞി കസാലയും, സോറി ഇവന്റെ പേര് പറയാൻ മറന്നു, ലെസി. ആളിപ്പൊക്കെ സൈലന്റ്, കുറച്ച് ഉസിലിനെ പോലെ വയലന്റ് ആവാതിരുന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ ബാങ്ക് കൊടുക്കണം കാത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറന്നു. പിന്നെ സ്നാക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് മഗ്ലോബ് അങ്ങോട്ട് പൊട്ടിട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ വെജിറ്റബിൾസ് ഒക്കെ എന്തിനായിരുന്നു. റൈസും വെജിറ്റബിൾസും ഒക്കെ പാടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കലാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. ഇപ്പൊ വെരി ഗുഡ് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒന്നും നോക്കാല്ല ഗൈസ്. എന്നാ പിന്നെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ആർത്തി മൂത്തിട്ട് നാവെല്ലാം പൊള്ളി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പച്ചക്കറി മൊത്തം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം കഴിക്കേണ്ടത് ഗൈസ്. അങ്ങനെ അതും വയർ ഫുൾ ആയതുകൊണ്ട് തോന്നുന്നു. നിസ്കരിക്കാനൊക്കെ നല്ല മടി ഗൈസ്. ആ ലൈറ്റ് എത്തുന്ന പള്ളിക്കായിട്ട് ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ഒരു കിടിലം പള്ളിയാണ് ഇട്ടത്. ഇത് മൊത്തം ഒരു പ്രൊജക്ടർ ലൈറ്റ് ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഒരൊറ്റ ഉറക്കം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.